عليكم بسم الله والحمد لله والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين. ഏറ്റവും വേഗത്തിലും പെട്ടെന്നും ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. യാതൊരു താമസവുമില്ലാതെ വേഗത്തിൽ ഉത്തരം കിട്ടുകയാണ്. ഏതാണ് ദുആ എന്ന് പറയാം. അതിനു മുമ്പ് ദുആ ചെയ്യുമ്പോൾ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഒരു ഹദീസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا دعا أحدكم فلا يقول إن شئت وليعزم المسألة وليعظم الرغبة فإن الله لا يعظم عليه شيء إلا أعطاه. നിങ്ങളൊരാൾ അള്ളാഹുവോട് ദുആ ചെയ്യുകയാണെങ്കിൽ, പടച്ചവനെ കൊണ്ട റബ്ബേ താ പടച്ചവനെ എന്ന് പറയുമ്പോൾ നീ വിചാരിക്കുകയാണെങ്കിൽ കൊണ്ട, ഇൻഷിഅത നീ ഉദ്ദേശിച്ചാൽ തന്നള എന്ന് പറയുന്ന ശൈലി ഉണ്ടാവരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും തരണം, കിട്ടണം എന്ന ഒരു അസ്മ, ആ ഒരു തീരുമാനം, ഉറപ്പ്, ആ പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം. വലിയ താല്പര്യം, അള്ളാഹുവിൽ നിന്ന് കിട്ടണമെന്ന അതിയായ ആഗ്രഹവും വല്ലാത്ത താല്പര്യവും വെച്ചുകൊണ്ടായിരിക്കണം ദുആ ചെയ്യുന്നത്. അല്ലാതെ വേണോ വേണ്ടേ എന്ന് പറയുന്ന നമ്മുടെ ശൈലി ഉണ്ടല്ലോ, അങ്ങനെ ആയിരിക്കരുത് പ്രാർത്ഥന. കാരണം അള്ളാഹുവോട് വലിയ പ്രതീക്ഷയോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല അഴത്താഹു, അള്ളാഹു അത് കൊടുക്കാതിരിക്കൂല എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ദുആഉമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ചർച്ച. ദുആ ചെയ്യുന്നവരെല്ലാവരും വലിയ പ്രതീക്ഷ, ആ പ്രതീക്ഷയുണ്ട് എന്നത് അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അയാളെ ശരീരത്തിന്റെ, മുഖത്തിന്റെ ഭാവം, കൈ എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അയാൾ ഇരിക്കുന്നത്, എവിടെയോ ഒരു മൂലക്ക് ഇങ്ങനെ കൂടിയിരുന്ന് കൈയൊക്കെ മടിയിൽ ഇങ്ങനെ അമർത്തി വെച്ച് തലയൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒടിച്ചിട്ട് അയാൾ ദുആ എടുക്കുക. ആ കണ്ടാൽ തന്നെ അറിയാം അയാൾക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ആയിരിക്കരുത് ദുആ ചെയ്യുന്നത്. മറിച്ച് വലിയ പ്രതീക്ഷയോടെയും കൈകളൊക്കെ എങ്ങനെ പിടിക്കണം എന്ന് അടുത്ത ഹദീസിൽ കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ തങ്ങളും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമയും അവരൊക്കെ യദുവാനി അല്ലാഹുവോട് ദുആ ചെയ്യുന്ന സമയത്ത് യുദീറാനി ബിറാഹതൈനി അലൽ വജ്, രണ്ട് ഉള്ളം കൈകളും മുഖത്തിനെ വട്ടമിട്ട് പിടിക്കുന്ന രൂപത്തിലാണ് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടോ. ചില ദ്വാരക്കും നമ്മൾ ദുആ ചെയ്യാണോ അല്ല അയാള് മുഷ്ടി ചുരുട്ടിയിട്ട് എന്തിനോ ഒരുങ്ങണമെന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. അവരെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് ആ മുഖത്തിന്റെ വട്ടത്തിന് കണക്കായിട്ട് കൈ രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ അതൊരു വട്ടം പോലെ മുഖത്തിന്റെ നേരെ വട്ടത്തിലായിട്ടാണ് കൈകൾ പിടിച്ചിരുന്നത് എന്ന് മഹാന്മാരായ മുത്തബിഉ സുന്ന ഇബ്നു ഉമർ തങ്ങളെ തൊട്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ തൊട്ടും ഉദ്ധരിക്കപ്പെടുന്നു. അപ്പൊ കൈ ഉയർത്തി വലിയ പ്രതീക്ഷയോടെ അയാള് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള അതിയായ താല്പര്യത്തോടുകൂടി അള്ളാഹുവോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്നാണ് നമ്മൾ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദുആഇന്റെ മര്യാദയാണ് പറഞ്ഞത്. പിന്നെ ദുആ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അടുത്ത ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല അല്ലാഹു അസ്സ വജൽ അന ഇൻദ ളന്നി അബ്ദി ബി, അന ഇൻദ ളന്നി അബ്ദി, ഈ ഹദീസിൽ ബി എന്നില്ല. വ അന മഅഹു ഇദാ ദഅാനി, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ധരിക്കുന്നുവോ, എന്ത് ഭാവിക്കുന്നുവോ, എന്ത് കരുതുന്നുവോ അവിടെ ഞാനുണ്ട്. എന്നെ കുറിച്ച് അവൻ എന്താണ് കരുതുന്നത് അതുപോലെയാണ് ഞാൻ അവന് നിന്ന് കൊടുക്കുക. അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉത്തരം കൊടുക്കും. അള്ളാഹു എന്നെ പരിഗണിക്കും, അള്ളാഹു എന്നെ അനുഗ്രഹിക്കും എന്ന ആ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ അവനെ അനുഗ്രഹിക്കും. അല്ല നേരെ മറിച്ചാണെങ്കിൽ ഞാനും നേരെ മറിച്ചായിരിക്കും. അടിമ എങ്ങനെയാണോ അള്ളാഹുവിനെ കണക്കാക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു അവനിലേക്ക് അടുത്തുണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വഅന മഅഹു ഇദാ ദഅാനി,
അവൻ എന്നോട് ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ അവന്റെ കൂടെയുണ്ടാകും. ദുആയുടെ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ സാമീപ്യം, അള്ളാഹു തന്റെ കൂടെയാണ് എന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ആ മഅയ്യത്തിനേക്കാളും വലിയ അനുഗ്രഹം എന്തുണ്ട് ഒരു അടിമക്ക് കിട്ടാൻ? എന്നോട് ഒരാൾ ദുആ ചെയ്യുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുന്നതാണ്, ഞാൻ അവന്റെ കൂടെയായിരിക്കും. ആ കൂടെ എന്ന് പറയുന്ന വലിയ അനുഗ്രഹം ഒരു വ്യക്തിക്ക് കിട്ടുന്ന നിഅമത്താണ് പ്രാർത്ഥന എന്ന് ദുആ ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദുആ ഏതാണ്? താമസം വിന ഇജാബത്ത് ലഭ്യമാകുന്ന പ്രാർത്ഥന. കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻ അബ്ദുല്ലാഹി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യസീദ് എന്നവർ സമിഅതു അബ്ദുല്ലാഹി ഇബ്നു അംറിൻ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്നവർ പറയുന്നത് കേട്ടു. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് നബി തങ്ങളിൽ നിന്ന് കേട്ടത് അദ്ദേഹം പറയുകയാണ്, ഖാല അസ്റഉ ദുആ ഇജാബതൻ ദുആഉ ഗായിബിൽ ലിഗായിബിൻ. ദുആകളിൽ വെച്ച് ഏറ്റവും ഇജാബത്താൽ വേഗതയുള്ള, ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടും. അസ്റ എന്നാൽ വളരെ വേഗത്തിൽ, താമസം ഇല്ലാതെ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ദുആഉ ഗായിബിൻ ലിഗായിബിൻ. ഒരു ഗായിബ് മറ്റൊരു ഗായിബിന് വേണ്ടി ചെയ്യുന്ന ദുആ. ഹാലിറിന് വേണ്ടി ചെയ്യുമെന്താന്ന് വെച്ചാൽ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങൾ വരാൻ സാധ്യത. ഒരാൾ മുന്നിൽ ഇരുന്ന് നമ്മൾ ദുആ ചെയ്തു കൊടുക്കും, അതിന് ഉത്തരം കിട്ടില്ല എന്നല്ല, അത് അയാൾ കേൾക്കാൻ വേണ്ടിയെന്നോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനെന്നോ അങ്ങനെയൊക്കെ ഒരു ദുരുദ്ദേശത്തിന്റെ ചെറിയ സാധ്യതകൾ എല്ലാവർക്കും ഉണ്ടാകുന്നല്ല, വളരെ ചെറിയ രൂപത്തിലെങ്കിലും അങ്ങനെ ഒരു സാധ്യത വരാനുണ്ടല്ലോ. അപ്പൊ ആ ഒരു സാധ്യത ഇല്ലാത്തൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഗായിബിന് വേണ്ടി ചെയ്യുന്നത്, ഗായിബിന് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറഞ്ഞ വ്യക്തിക്ക് കൊണ്ട് ദുആ ചെയ്യാൻ. അതായത് ഒരാൾ മറ്റൊരാളിൽ നിന്ന് മറഞ്ഞാൽ അയാൾ ഇയാളിൽ നിന്നും മറന്നല്ലോ, രണ്ടാളും ഗായിബായി. സ്ഥലത്തില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി, അപ്രത്യക്ഷനായ ഒരു വ്യക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്ത മറഞ്ഞ വ്യക്തിക്ക് വേണ്ടിയുള്ള ദുആ. ഇപ്പോ വിദേശത്തുള്ള ഒരാൾക്ക് വേണ്ടി വിടുന്നത് ആർക്കും, അത് ഒരു ഭൂഖണ്ഡം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവണമെന്നൊന്നുമില്ല. തന്റെ സദസ്സിലില്ലാത്തൊരു വ്യക്തി തന്റെ ഗായിബായി, തന്റെ മുന്നിലില്ലാത്ത ഒരാൾ തന്നിൽ നിന്ന് മറഞ്ഞ ആളാണ്, ആ മറഞ്ഞ ആൾക്ക് വേണ്ടി ദ്വാരക്കുക. അപ്പൊ നമ്മുടെ സഹോദരന് വേണ്ടി നമ്മുടെ ദ്വാരയിൽ നമ്മൾ സ്ഥലം കണ്ടെത്തുമ്പോൾ, അവസരം കണ്ടെത്തുമ്പോൾ അത് അള്ളാഹു ഉറപ്പിക്കുകയാണല്ലോ. കാരണം ഈ വ്യക്തിക്ക് അവനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ആ ദ്വാര ചെയ്യുന്നത്. ഗായിബിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അയാൾ അറിയുന്നില്ല, കാണുന്നില്ല, അള്ളാഹു മാത്രമാണ് അത് കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനക്ക് വളരെ കൂടുതൽ ഉത്തരമുണ്ടെന്നാണ് പറയുന്നത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഇന്ന ദഅവത്തൽ അഖി ഫില്ലാഹി തുസ്തജാബ്. അതും കൂടി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു സഹോദരനാണെങ്കിൽ, അതായത് ഒരു മുസ്ലിം സഹോദരൻ തന്റെ ഒരു മുസ്ലിം സഹോദരന് വേണ്ടി അപ്രത്യക്ഷമായിട്ടുള്ള സമയത്തിൽ ദുആ ചെയ്യുമ്പോൾ തുസ്തജാബു, ആ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഇനി വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട സഫ്വാൻ ഇബ്നു അബ്ദില്ല എന്നവർ, അദ്ദേഹം കല്യാണം കഴിച്ചത് ദർദാ എന്ന പെൺകുട്ടിയെയാണ്. ഈ ദർദാ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രമുഖനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ മകളും, അതേ രൂപത്തിൽ ഉമ്മു ദർദാ ബീവി എന്നിവരുടെ പുത്രിയുമാണ്. അതായത് അബൂദർദാ ഉമ്മു ദർദാ ദമ്പതികളിൽ ജനിച്ച കുട്ടിയാണ് ദർദാ. ഈ ദർദാ എന്ന പേര് ആ കുട്ടിക്കുള്ളത് കൊണ്ടാണ് വാപ്പയെ അബൂദർദാ എന്നും ഉമ്മയെ ഉമ്മു ദർദാ എന്നും വിളിക്കുന്നത്. ഈ ദർദാ എന്ന മോളെ കല്യാണം കഴിച്ചത് സഫ്വാൻ ഇബ്നു അബ്ദില്ല എന്നവരാണ്. അദ്ദേഹം ഒരു ദിവസം ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാ പോണത്? പിന്നെ ഹജ്ജിന് യാത്ര പോണുണ്ട്. അത് ഭാര്യ വീട്ടിൽ അമ്മായിമാനോടും അമ്മോശനോടും അറിയിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ദർദാന്റെ വീട്ടിൽ, അതായത് ഭാര്യ വീട്ടിൽ ചെന്നു. എന്റെ അമ്മായിമ്മ ഉമ്മു ദർദാ ബീവിയെ വീട്ടിൽ ഞാൻ കണ്ടു, അമ്മോശൻ അബൂദർദാ എന്നവരെ അവിടെ കണ്ടില്ല, അദ്ദേഹം പുറത്തു പോയിട്ട്. അപ്പോ ഞാൻ ആ കയറി ചെന്നപ്പോ അമ്മായിമ്മ എന്നോട് ചോദിച്ചു, അതുരീദുൽ ഹജ്ജൽ ആം, ഇക്കൊല്ല ഹജ്ജിന് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ മരുമകനെ എന്നുള്ള ചോദ്യം മുപ്പത്തേര് ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഖുൽതു നഅം, അതെ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു.
മുപ്പത്തേര് പറഞ്ഞു അവര് വലിയ ഫളിലുള്ള ഒരു കുടുംബാണ്. കാരണം സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തസവ്വുഫിന്റെ ഉദാഹരണമായിട്ട് പറയാറുള്ളത് ഈ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെയാണ്. അത്ര വലിയ മഹാനാണ്, അത്ര വലിയ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച സഹാബികളിൽ വളരെയധികം എടുത്തു പറയേണ്ട ഒരു മഹാനാണ് അബൂ ദർദാ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ഭാര്യയാവുമ്പോ ആ ഒരു ചൂടും ചൂരൊക്കെ അവരിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് 36 സ്വഭാവം കണ്ട നിങ്ങള് ഖാലത്ത് മരുമകനോട് പറഞ്ഞു ഫദുല്ലാഹ ലനാ ബിഖൈർ, നിങ്ങളെ ഹജ്ജിന് പോകുമ്പോ നമുക്ക് ഖൈറിന് വേണ്ടി ദുആയിരക്കണേ, നമുക്ക് വേണ്ടി ദുആയിരക്കണേ എന്ന് മാത്രമല്ല ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് മരുമകനോട് അമ്മായിമ്മ വസിയത്ത് ചെയ്തു. എന്നിട്ട് മഹദി പറഞ്ഞു ഫഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്നു, അവരൊക്കെ റസൂലുള്ളാഹിനെ കണ്ടവരാണല്ലോ, ഇന്ന ദഅവത്തൽ മർഇൽ മുസ്ലിം മുസ്തജാബത്തുൻ ലി അഖീഹി ബിളഹ്റിൽ ഗൈബ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ സഹോദരന് വേണ്ടി ലഹ്റുൽ ഗൈബിൽ വെച്ച്, അതായത് സ്ഥലത്തില്ലാത്ത നേരത്ത് അയാൾ സദസ്സിലില്ലാത്ത സമയത്ത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ദഅവത്ത് മുസ്തജാബത്തുൻ, അത് ഉത്തരം നൽകപ്പെടുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 37 എന്നിട്ട് പുതിയൊരു ഇൽമും കൂടി പറയുന്നുണ്ട്, ഇൻദ റഅ്സിഹി മലക്കും മുഅക്കലുൻ, സ്ഥലത്തില്ലാത്ത വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വ്യക്തിയുടെ തലക്കും ഭാഗത്ത് അല്ലാഹു ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഏൽപ്പന വന്ന ഒരു മലക്ക് വന്നു നിൽക്കും. അല്ലാഹുവിന്റെ ഒരു മലക്ക് വന്നു നിന്നിട്ട് കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈരിൻ, തന്റെ സഹോദരന് വേണ്ടി ഖൈറ് കൊണ്ട് ദുആ ചെയ്യുമ്പോഴല്ല, അത്രം ഈമാനവും ഈ ഇസ്ലാമികമായ സാഹോദര്യ ബന്ധവും ഇഖ്ലാസൊക്കെ ഉള്ള ആളുകൾക്ക് അങ്ങനെ ദുആ ചെയ്യാൻ കഴിയും, സ്ഥലത്തില്ലാത്ത വ്യക്തിക്ക് വേണ്ടി. അങ്ങനെ ചെയ്യുമ്പോൾ ഖൈറിന് വേണ്ടിയാണ് ആ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ മലക്ക് പറയും ഖാല ആമീൻ. കാരണം ദുആ എടുക്കുമ്പോ ആമീൻ പറയുന്ന ആളുവാണല്ലോ, അത് ആമീൻ പറയുന്നത് മലക്കാണ്. അതോ മലക്ക് സ്വന്തം പറയല്ല, അള്ളാഹു ഏൽപ്പിച്ചിട്ട് വന്നതാണ് ഈ മലക്ക്. കൂട്ടത്തിൽ മലക്ക് ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്തു, ആമീൻ വലക ബിമിസ്ലി, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. മറ്റൊരാൾക്ക് ഖൈർ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ മലക്ക് പറയുന്ന വാക്ക് ആമീൻ വലക ബിമിസ്ലിൻ, നിനക്കും തുല്യമായത് അള്ളാഹു തരട്ടെ എന്ന് പറയും. മലായികത്തിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമല്ലോ. ഖാല സഫ്വാൻ ഇബ്നു അബ്ദുല്ലാ എന്നവർ മരുമകൻ അമ്മായിമാനോട് യാത്ര പറഞ്ഞ് ഇറങ്ങി അങ്ങാടിയിലെത്തിയപ്പോ അമ്മോശനുണ്ട് അവിടെ നിൽക്കുന്നു. ഫലഖീതു അബൂ ദർദാഇ ഫിസ്സൂഖ്, അബൂ ദർദാ എന്നവരെ സൂഖിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഫഖാല മിസ്ല ദാലിക, ഹജ്ജ് യാത്രയെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അവിടെന്നും പറഞ്ഞു നമുക്ക് ഖൈറിന് വേണ്ടി ദുആ എടുക്കണേ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ദുആ ചെയ്യുമ്പോൾ സ്ഥലത്തില്ലാത്ത വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു മലക്ക് വന്നിട്ട് ആമീൻ പറയും, വലക ബിമിസ്ലി എന്നും പറയുമെന്ന് പറഞ്ഞപ്പോൾ അതേമാതിരി 37 പറഞ്ഞ അതേ വാക്ക് അദ്ദേഹവും എന്നോട് പറഞ്ഞു. നോക്കണം, അവരൊരു മനപ്പൊരുത്തം നോക്കണം. എന്നിട്ട് അതവർ സ്വന്തം പറഞ്ഞതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി യുഅസ്സിറു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടു പഠിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? അത് വലിയ ഒരു കാര്യമാണ്. സ്ഥലത്തില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. അതിപ്പോ അത്രയും ബന്ധമുള്ള ആൾക്കാരൊക്കെയാണ് പറയും വേണ്ട. ഇപ്പൊ മകൻ ഗൾഫിലാണ്, വലിയ പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് വിവരം കിട്ടി. വീട്ടിൽ ഉമ്മ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ ദ്വാരക്കാണ്, പഠിച്ചവനെ എന്റെ കുട്ടീനെ കഴിച്ചിലാക്കണം. തീർച്ചയായിട്ടും അതൊക്കെ ഗുണമുണ്ടാവും. കാരണം ഒന്നാമത് ലഹ്റുൽ ഗൈബിലെ ദുആ, രണ്ടാമത്തത് ദ്വാരക്കുന്നത് ഉമ്മയാണ്. അള്ളാഹു അത് കേൾക്കാതിരിക്കും. ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും ഉസ്താദുമാരാണെങ്കിലും പോട്ടെ, സാധാരണ രൂപത്തിൽ ഒരു ഇസ്ലാമിക ബന്ധമുള്ള ആരാണെങ്കിൽ പോലും എന്ന് പറയുമ്പോ പിന്നെ സ്ഥാനം കൂടി ആൾക്കാരത് പറയേണ്ടതില്ലല്ലോ. അങ്ങനെയാണ്. പക്ഷെ എന്ത് വരുന്നത്, അവിടെ ഒരു സങ്കുചിതത്വം ഉണ്ടാവരുത്. ദുആ ചെയ്യുമ്പോഴൊക്കെ ഒരു വിശാല മനസ്കതയോടുകൂടി ചെയ്യണം. അതിനൊരു ഉദാഹരണമാണ് അടുത്ത ഹദീസ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല അൻഹു ഖാല റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുകയാണ് ഈ ദുആ. ഒരാളുടെ ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വലി മുഹമ്മദിൻ, റസൂലുള്ളാഹിനെ ഒന്ന് സന്തോഷിപ്പിക്കാനാവാ, പടച്ചോനെ എനിക്കും പുറത്തു തരണേ, മുഹമ്മദ് നബിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുക്കണേ പടച്ചോനെ. ഓ ഭയങ്കര ദുആയി. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ഹജബ്തഹ അൻ നാസിൻ കസീർ,
എടോ നിനക്കും എനിക്കും വേണ്ടി മാത്രം ദുആ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംഭവം നീ വെറുതെ തടഞ്ഞു വെച്ചല്ലോ, അതിന് നീ മറയിട്ട് കളഞ്ഞല്ലോ. എന്തിനാ അങ്ങനെ ചെയ്തത്? നേരെ മറിച്ച് അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ എല്ലാവർക്കും കിട്ടൂലായിരുന്നു. ഒരൊറ്റ ദുആ എത്ര ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടും? നീ എന്തിനാണ് അത് വെറുതെ സങ്കുചിത മനോഭാവത്തോടെ അത് ചുരുക്കിയിട്ട് രണ്ടാളെ വീട്ടിലാക്കിയത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലായി. ദുആ എടുക്കുന്ന സമയത്ത് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടെ ആവണം ചെയ്യേണ്ടത്. കിട്ടിയെങ്കിൽ കിട്ടി, പോയെങ്കിൽ പോയി എന്ന രൂപത്തിലാവരുത് എന്ന് മനസ്സിലായി. മാത്രമല്ല, സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അസ്റഉ ദുആ ഇജാബത്തിന് ഏറ്റവും പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.